إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس عباد الله അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധ ഖുർആനിൽ കൂടി നമ്മളോട് ഇപ്രകാരം പറയുന്നു ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നത് അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അതിൻ്റെ ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കണമെന്നാണ്. അമാനത്തുകൾ അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ നിറവേറ്റണമെന്നാണ്. വൈദാ ഹക്കംതും ബൈനൻ നാസി അൻ തഹ്കുമു ബിൽ അദ്ൽ, അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നിങ്ങൾ വിധി കൽപ്പിക്കുകയാണെങ്കിൽ നീതി കൊണ്ട് വിധി കൽപ്പിക്കണം. ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. എത്ര മനോഹരമായ എത്ര നല്ല കാര്യത്തിനെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് ഉപദേശിക്കുന്നത്. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമ്മളോട് കൽപ്പിക്കുന്നത് ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അത് അതിൻ്റെ ആളുകൾക്ക് നിങ്ങൾ നിറവേറ്റി നൽകണമെന്നാണ്. അമാനത്ത് എന്നാൽ ഖിയാനത്തിന് വിപരീതമാണ്. ഖിയാനത്ത് എന്നാൽ വഞ്ചനയാണ്. വഞ്ചനയ്ക്ക് നേർ വിപരീതമാണ് ഭാഷയിൽ അമാനത്ത് എന്നാൽ അർത്ഥം. അൽ അംനി എന്ന പദത്തിന്റെ അർത്ഥം തുബഅനീനത്തുൻ നഫ്സി വ സവാലുൽ ഖൗഫ് എന്നാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൃദയത്തിന്റെ സമാധാനവും ഭയം നീങ്ങിപ്പോകലും, അതാണ് അംന്. ആ പദത്തിൽ നിന്നാണ് അമാനത്ത് എന്നുള്ള പദമുള്ളത്. ഇസ്തിലാഹിൽ ശരീഅത്തിൽ അമാനത്ത് എന്നാൽ, നമ്മുടെ മതത്തിൽ അമാനത്ത് എന്നാൽ ഹിയ കുല്ലു ഹഖ്ഖിൻ ലസിമക അദാഉഹു വ ഹിഫ്ദുഹു, നീ സൂക്ഷിക്കേണ്ടതും കൊടുത്തുവിടേണ്ടതുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ ഹക്കും അത് അമാനത്താണ്. അൽ കഫവി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ കുല്ലിയാത്തിൽ പറഞ്ഞു, കുല്ലു മഫ്തുരിദ അലൽ ഇബാദി ഫഹിയ അമാന, ഒരു അടിമയുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർദാക്കിയ എല്ലാ കാര്യവും അമാനത്താണ്. കസലാത്തിൻ വ സകാത്തിൻ വ സിയാമിൻ വ അദാഇ ദൈനിൻ, നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, അതുപോലെ തന്നെ നോമ്പ് പോലെ, കടം വീടൽ പോലെ. അമാനത്തുകളിൽ ഏറ്റവും മുന്തിയത് ഏറ്റവും ഉറച്ചത് അത് സൂക്ഷിപ്പ് മുതലുകളാണ്. ഒരാൾ മറ്റൊരാളിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സംഗതികൾ. ഇനി സൂക്ഷിപ്പ് മുതലുകളിൽ ഏറ്റവും ഉറച്ചത് രഹസ്യം സൂക്ഷിക്കുന്നതാണ് എന്നാൽ കഫവി അദ്ദേഹത്തിന്റെ അൽ കുല്ലിയാത്ത് എന്ന ഭാഷാ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമാനത്ത് അത് ഏതൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ മേൽ നിർബന്ധമാക്കിയ ഏതൊരു കാര്യവും അമാനത്താണ്. അപ്പൊ അല്ലാഹുവിനോട് നിറവേറ്റേണ്ട അമാനത്താണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, അതുപോലെ തന്നെ നോമ്പെടുക്കുക, നമ്മുടെ മേൽ വാജിബായ, അതുപോലെ തന്നെ സക്കാത്ത് കൊടുത്തു വിടുക പോലുള്ള അല്ലാഹു നമ്മുടെ മേൽ നിർബന്ധമാക്കിയത്. അതുപോലെ തന്നെ അടിമകൾ അവരിൽ നിന്ന് കടം വാങ്ങിയാൽ അത് കൊടുത്തു വിടുക, അവർ നമ്മളോട് രഹസ്യം എന്തെങ്കിലും പറഞ്ഞാൽ അത് സൂക്ഷിക്കുക, ഇതെല്ലാം അമാനത്തിൽപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്തുകൾ അതിൻ്റെ ആളുകൾക്ക് നിറവേറ്റി നൽകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. മുഅ്മിനീങ്ങൾ
അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടി വിശദീകരിച്ചപ്പോൾ സൂറത്തുൽ മുഅ്മിനീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചവരായിരിക്കുന്നു. പറഞ്ഞു തുറന്ന് വല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞ് അല്ലാഹു തുറന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റഊൻ, മുഅ്മിനീങ്ങൾ അവരുടെ അമാനത്തുകളും കരാറുകൾ സൂക്ഷിക്കുന്നവരാണ്, അതവർ നിറവേറ്റുന്നവരാണ്, അതവർ സംരക്ഷിക്കുന്നവരാണ്, അവരുടെ കരാറുകൾ പാലിക്കുന്നവരാണ്. അമാനത്തുകളായി എന്തെങ്കിലും ആരിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വീടുന്നവരാണ്. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വീടും. അതല്ലെങ്കിൽ എന്തെങ്കിലും പണയവസ്തു സൂക്ഷിക്കുവാൻ വേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കടം തിരിച്ചു തരുമ്പോൾ ആ പണയവസ്തുവൻ തിരിച്ചേൽപ്പിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും രഹസ്യങ്ങൾ അവനോട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രഹസ്യമായി അവൻ സൂക്ഷിക്കും. അങ്ങനെ അതെല്ലാം മുഅ്മിനിന്റെ സിഫത്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനീനിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൂറത്തിൽ മആരിജിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലൽ മുസല്ലിൻ ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ വഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ ഇല്ലൽ മുസല്ലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ മനുഷ്യരും ഹലൂഅ ആയിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്താണ് ഹലൂഅ? ഇദാ മസ്സഹു ശർറു ജസൂഅ, അവനെ എന്തെങ്കിലും ഷർറ് ബാധിച്ചാൽ ധൃതിപ്പെടും, അവൻ അക്ഷമനാകും. വൈദാ മസ്സഹുൽ ഖൈറു മനൂഅ, എന്തെങ്കിലും ഖൈർ അല്ലാഹുവിൽ നിന്ന് ലഭിച്ചാൽ അതവൻ തടയും, ജനങ്ങൾക്ക് നൽകില്ല. ശേഷം അല്ലാഹു പറഞ്ഞു, ഇല്ലൽ മുസല്ലീൻ, ഇങ്ങനെ മനുഷ്യന്റെ മോശമായ ഈ പ്രകൃതത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ നമസ്കാരക്കാരാകുന്നു. എന്നിട്ട് എങ്ങനെയുള്ള നമസ്കാരക്കാരാണ്? അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നമസ്കാരക്കാരുടെ വിശേഷണങ്ങൾ വിശേഷിപ്പിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവർ അവരുടെ അമാനത്തുകൾ നിറവേറ്റുന്നവരാണ്. അവരെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത്, ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ, സ്വർഗ്ഗപൂന്തോപ്പുകളിൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും അവർ. അതുപോലെ തന്നെ സൂറത്തുൽ അൽ മുഅ്മിനീൻ എന്ന നേരത്തെ നാം പറഞ്ഞ ആയത്തുകൾ, ആ ആയത്തുകളുടെ സന്ദർഭത്തിലും അല്ലാഹു അവസാനം പറഞ്ഞു, അല്ലദീന ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, സ്വർഗ്ഗപ്പൂന്തോപ്പുകൾ ഫിർദൗസ് അനന്തരാവകാശമായി എടുക്കുന്നവർ അക്കൂട്ടരാണ്. ഏതു കൂട്ടർ? അവരുടെ അമാനത്തുകൾ നിറവേറ്റുന്നവർ, അവരുടെ കരാറുകൾ പാലിക്കുന്നവർ. അപ്പൊ അമാനത്ത് കൊടുത്തു വിടുക, അതുപോലെ തന്നെ കരാറുകൾ പാലിക്കുക എന്നുള്ളത് മുഅ്മിനിന്റെ ഏറ്റവും വലിയ സിഫത്താണ്. നമസ്കാരം നിർവഹിക്കുന്ന മുഅ്മിനിന്റെ കൂട്ടത്തിൽ അല്ലാഹു എണ്ണിയതാണ് അമാനത്തുകൾ പാലിക്കുക എന്നുള്ളതും. നമസ്കാരം നിറവേറ്റുക എന്നുള്ള മുഅ്മിനിന്റെ ഏറ്റവും വലിയ സിഫത്ത്. അതിനോടൊപ്പം ചേർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തുകൾ പാലിക്കുക എന്നും ചേർത്തെണ്ണി. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടി പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വർ-റസൂൽ വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഞ്ചിക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ അമാനത്തുകളിൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അമാനത്തുകൾ, അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല, അത് വൻപാപമാണ്. നമ്മളെ ഏതെങ്കിലും വസ്തുക്കൾ ആരെങ്കിലും സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നാം കളവായിക്കൊണ്ട് അവർക്ക് മടക്കി നൽകാതിരിക്കുക, വഞ്ചനയായിക്കൊണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ആരെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രഹസ്യം നമ്മൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക തുടങ്ങിയതെല്ലാം അമാനത്തിലുള്ള ലംഘനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്ന മിന ബഅദുകും ബഅദ ഫൽയുഅദ്ദില്ലതു മിന അമാനതഹു വൽയത്തഖില്ലാഹ റബ്ബഹു, ആരെങ്കിലും പരസ്പരം എന്തെങ്കിലും അമാനത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ അമാനത്ത് നിറവേറ്റിക്കൊള്ളട്ടെ, അള്ളാഹുവിനെ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം താക്കീതായി പറയുകയാണ്. അതായത് അമാനത്തുകൾ അവർ പൂർത്തീകരിക്കണം, അതുപോലെ തന്നെ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹു ശേഷം ഉണർത്തുകയാണ്. അതൊരു താക്കീതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആയത്തുൽ മുനാഫിഖി സലാസത്തുൻ, മുഅ്മിനിന്റെ സിഫത്ത് അമാനത്ത് നിറവേറ്റലായപ്പോൾ മുനാഫിഖിന്റെ സിഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോൾ അതിൽ പറഞ്ഞത് അമാനത്ത് അവർ നിർവഹിക്കുകയില്ല. ആയത്തുൽ മുനാഫിഖി സലാസത്തുൻ, മൂന്ന് കാര്യങ്ങളാണ് മുനാഫിഖിന്റെ ആയത്തുകൾ, അടയാളങ്ങൾ. ഒന്നിദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, അവൻ വാക്ക് നൽകിയാൽ അത് ലംഘിക്കും. വദഅതുമിന ഖാന, അവൻ എന്തെങ്കിലും അമാനത്ത് അവരെ ഏൽപ്പിച്ചാൽ, എന്തെങ്കിലും അമാനത്ത് അവരെ ഏൽപ്പിക്കപ്പെട്ടാൽ അതിൽ അവർ വഞ്ചന കാണിക്കും, അതിൽ
അവർ വഞ്ചന കാണിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ ഹദീസ് ഇതിന്റെ ഗൗരവം നമുക്ക് ഉണർത്തുകയാണ്. നാം നേരത്തെ പറഞ്ഞു അമാനത്തുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ ഖത്തബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇമാം അൽബാനി അദ്ദേഹത്തിന്റെ തർഗീബിൽ സ്വഹീഹാക്കിയതാണ്. തർഗീബ് തർഹീബിൽ മാ ഖത്തബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇല്ലാ ഖാല ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ് വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹ് ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ്. അല്ലാഹുവിന്റെ റസൂൽ എപ്പോൾ നമ്മളോട് ഖുത്ബ പറഞ്ഞാലും ഈ വാക്കുകൾ ഉച്ചരിക്കുമായിരുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ്, അമാനത്ത് പാലിക്കാത്തവർക്ക് ഈമാനില്ല. ലാ ദീന ലിമൻ ലാ അഹ്ദ ലഹ്, ദീന് ഇല്ല കരാറ് പാലിക്കാത്തവർക്ക്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നാം അമാനത്ത് പാലിക്കുക എന്നുള്ളത്, രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി സൂക്ഷിച്ച് അദ്ദേഹത്തിന് സമയമെത്തുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. മറിച്ച് അതില്ലാത്തവന് ഈമാനില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പഠിപ്പിച്ചത്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ജനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തിയിരുന്നതെന്ന് അദ്ദേഹം പറയുക. ലാ തഗുറുനി സ്വലാത്തും റിഇൻ വലാ സൗമുഹു മൻ ശാഅ സ്വല്ലാ വമൻ ശാഅ സാമ വലാകിൻ ലാ ദീന ലിമൻ ലാ അമാനത ലഹ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകാരിമുൽ അഖ്ലാഖ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ഒരു മനുഷ്യന്റെയും നമസ്കാരവും നോമ്പും എന്നെ വഞ്ചിക്കുകയില്ല. ഇത് നമ്മൾ നോക്കുന്നതോ എത്ര നമസ്കരിക്കുന്നു, എത്ര നോമ്പെടുക്കുന്നു, എത്ര സുന്നത്ത് നമസ്കരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്, ഒരു മനുഷ്യൻ എത്ര നമസ്കരിച്ചു, എത്ര നോമ്പെടുത്തു എന്നുള്ളത് എന്നെ വഞ്ചിക്കുകയില്ല. എന്നാൽ ലാ ദീന ലിമൻ ലാ അമാനത ലഹ്, ദീന് അമാനത്തില്ലാത്തവനില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മറ്റൊരു റിവായത്തിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ലാ തൻദുറു ഇലാ സിയാമി അഹദിൻ വലാ സ്വലാത്തിഹി, നിങ്ങൾ ഒരുവന്റെ നമസ്കാരത്തിലേക്കും നോമ്പിലേക്കും നോക്കണ്ട. വലാകിൻ ഉൻദുറു, എന്നാൽ നിങ്ങൾ ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത്, അവരെ നോക്കേണ്ടത് എങ്ങനെയാണ്? ഇലാ സിദ്ഖിൽ ഹദീസ് ഇദാ ഹദ്ദസ്, അവൻ സംസാരിച്ചാൽ സത്യമാണോ പറയുന്നത് നോക്കുക. സംസാരിച്ചാൽ സത്യം പറയുന്നവനാണോ? വൈല അമാനത്തിഹി ഇദാ തുമിന, അവനിൽ എന്തെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ചാൽ അവൻ അമാനത്തിന്റെ കാര്യത്തിൽ അവൻ നിറവേറ്റുന്നവനാണോ എന്ന് പരിശോധിക്കുക. വൈല വറഇഹി ഇദാ അഷ്ഫ, ഹറാമിന്റെ അടുക്കലേക്ക് അവൻ പോയി കഴിഞ്ഞാൽ അവന്റെ ഹറാം അവന്റെ അടുക്കലേക്ക് വന്നാൽ അവന്റെ വറഅ പരിശോധിക്കുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്. ലാ തൻദുറു ഇലാ സിയാമി അഹദിൻ വലാ സ്വലാത്തിഹി, നിങ്ങൾ ഒരുവന്റെ നമസ്കാരവും നോമ്പും അതിലേക്കല്ല നോക്കേണ്ടത്, മറിച്ച് അവൻ സംസാരിച്ചാൽ സത്യം പറയുന്നവനാണോ, അതുപോലെ തന്നെ അവന്റെ അമാനത്തുകൾ നിറവേറ്റുന്നവനാണോ എന്നാണ് പരിശോധിക്കേണ്ടത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ നാം വിലയിരുത്തേണ്ടത് എന്ന്. അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അമാനത്തുകൾ നിറവേറ്റുക എന്നുള്ളത്. വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളത്, വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്, രഹസ്യം ഏൽപ്പിക്കപ്പെട്ടാൽ അത് സൂക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അത്രത്തോളം ദീനിൽ പ്രധാനപ്പെട്ടതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ തൊട്ട് നാഫി റഹ്മത്തുള്ളാഹി തആല ഉദ്ധരിക്കുന്നത്, അദ്ദേഹം ഒരിക്കൽ മസ്ജിദിൽ പ്രവേശിച്ചു. മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹം കഅബ 7 തവണ വലയം വെച്ചു. 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പള്ളിയുടെ വാതിലിൽ ഒരു ഖുറൈശിയായ മനുഷ്യൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹം കണ്ടു ഉമർ ഇബ്നുൽ ഖത്താബ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കയറി പോകുന്നത് ഇറങ്ങി വരുന്നതും കണ്ടു. അദ്ദേഹം ചോദിച്ചു, യാ അബാ അബ്ദുറഹ്മാൻ ഖദ് തുഫ്ത വസല്ലൈത്, താങ്കൾ തവാഫ് ചെയ്യുകയും നമസ്കരിക്കുകയും ചെയ്തു? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതെ. അദ്ദേഹം ചോദിച്ചു, മാ അസ്റഅ ഹാദാ, ഇപ്പോൾ അങ്ങോട്ട് കയറിപ്പോയതല്ലേ ഉള്ളൂ, അതിനു മുമ്പേ ഇറങ്ങി വരുന്നത് എത്ര വേഗത്തിലാണ് നിങ്ങളുടെ തവാഫും നമസ്കാരവും എന്ന് വിമർശന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, അതെ, വഅൻതും അക്സറു മിന്നാ തവാഫൻ വസലാത്ത,
നിങ്ങൾ നമ്മളെക്കാൾ അധികം തവാഫ് ചെയ്യുന്നവരും നമസ്കരിക്കുന്നവരുമാണ്. വനഹനു ഖൈറും മിൻകും, ഞങ്ങളാകട്ടെ നിങ്ങളെക്കാൾ ഉത്തമന്മാരാണ്. വനഹനു നഅതി സുദ്ഖൽ ഹദീസി വഅദാഅൽ അമാനതി വഇൻജാസൽ വഅദി എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് മറുപടി കൊടുക്കുകയാണ്. നിങ്ങൾ നമ്മളെക്കാൾ ഏറെ നമസ്കരിക്കുന്നവരും ഏറെ തവാഫ് ചെയ്യുന്നവരുമാണ്, എന്നാൽ ഞങ്ങൾ നിങ്ങളെക്കാൾ ഉത്തമരാണ്. എങ്ങനെയാണെന്നറിയുമോ? നമ്മൾ സംസാരിക്കുമ്പോൾ സത്യം മാത്രമേ പറയുകയുള്ളൂ. അമാനത്തുകൾ നമ്മൾ നിറവേറ്റുന്നവരാണ്, അതുപോലെ തന്നെ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വിമർശിച്ച ആളിന്റെ മുഖത്ത് നോക്കി വായടപ്പൻ മറുപടി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു റസൂലിന്റെ അടുക്കലും സ്വഹാബാക്കളുടെ അടുക്കലും അമാനത്തുകൾ നിറവേറ്റുക എന്നുള്ളത്. മറിച്ച് അമാനത്തുകൾ അതിൽ വഞ്ചന കാണിക്കുക എന്നുള്ളത് അത് മുനാഫിഖിന്റെ അടയാളമായിട്ടാണ് സ്വഹാബാക്കൾ കണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വളരെ പ്രാധാന്യമുള്ളതാണ് അമാനത്തുകൾ അത് കൊടുത്തു വിടുക എന്നുള്ളത്. മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു, സലാസത്തുൻ യുഅദ്ദൈന ഇലാ കുല്ലി ബദ്ദിൻ വഫാജിർ, 3 കാര്യങ്ങൾ എല്ലാ തെമ്മാടിക്കും സ്വാലിഹിനും നമ്മൾ കൊടുത്തു വിടേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? 1 അഹദ്, കരാറ്; 2 അമാനത്ത്; 3 സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കൽ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ എതിരാളി അല്ലെങ്കിൽ നമ്മളോട് ഇടപെടുന്നവൻ തെമ്മാടിയാണെങ്കിലും നല്ലവനാണെങ്കിലും ഒരുപോലെ നമ്മൾ കൊടുത്തു വിടണം. അത് 1 അമാനത്താണ്. തെമ്മാടിയാണെന്ന് അവനെങ്കിലും ശരി, അമാനത്തേൽപ്പിക്കപ്പെട്ടാൽ രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി നൽകിക്കഴിഞ്ഞാൽ, ഒരു കാര്യം സൂക്ഷിക്കാൻ വേണ്ടി നൽകിക്കഴിഞ്ഞാൽ, കടം അവനിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നാം അവനത് കൊടുത്തു വിടേണ്ടതുണ്ട്. അതുപോലെ തന്നെ കരാറ് പാലിക്കേണ്ടതുണ്ട്, കുടുംബബന്ധം ചേർക്കേണ്ടതുണ്ട്. നമ്മളുടെ കുടുംബക്കാരൻ തെമ്മാടിയാണെങ്കിലും ശരി, അവനോട് കുടുംബബന്ധം ചേർക്കണമെന്ന് മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹു തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, വാജുമഉ, പണ്ഡിതന്മാരെല്ലാവരും ഇത്തിഫാഖിലായിട്ടുണ്ട്. വാജുമഉ, പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ചിട്ടുണ്ട്. അലാ അന്നൽ അമാനാതി മർദൂദത്തുൻ ഇലാ അർബാബിഹാ അൽ അബ്റാരി മിൻഹും വൽ ഫുജ്ജാർ, അമാനത്തുകൾ അതിൻ്റെ അഹലുകാർക്ക് മടക്കി കൊടുക്കണം. അത് ആ അഹലുകാർ നന്മയുടെ ആളുകളായാലും ശരി, തെമ്മാടികളായാലും ശരി എന്ന് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹു തആല പറയുകയാണ്. അപ്പോൾ അമാനത്തുകൾ അത് കൊടുത്തു വിടേണ്ടതാണ്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുക, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുക. എന്തെങ്കിലും സൂക്ഷിപ്പ് മുതൽ ആരെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ തന്നാൽ അതിനെ നാം വേണ്ടും വിധം സൂക്ഷിക്കുക. രഹസ്യം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടാൽ ആ കാര്യം നമ്മൾ കൃത്യമായ രഹസ്യം സൂക്ഷിക്കുക തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതുപോലെ തന്നെ പ്രധാനമായി ഉണർത്തേണ്ടത് നമ്മുടെ കുടുംബം നമുക്ക് അമാനത്താണ്. നമ്മുടെ ഭാര്യ അല്ലാഹു നമുക്ക് അമാനത്തായി നൽകിയതാണ്. നമ്മുടെ മക്കൾ അമാനത്താണ്. ആ കാര്യത്തിൽ നമ്മൾ സൂക്ഷിക്കണം. മക്കളുടെ കാര്യത്തിൽ സൂക്ഷിക്കണം, ഭാര്യയുടെ കാര്യത്തിൽ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ നിയമങ്ങൾ നമുക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരു പെണ്ണെങ്ങനെയായിരിക്കണം അവളുടെ വീട്ടിൽ, ഒരു പെണ്ണെങ്ങനെയായിരിക്കും അവളുടെ പുറത്ത്, അവൾ പുറത്ത് എങ്ങനെ പോകണം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, അവരെ എങ്ങനെ വളർത്തണം, ഒരു പുരുഷന് ഇല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്തൊക്കെ പാടില്ല, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹു റഈയതൻ ثم يموت يوم يموت وهو غاش لرعيته إلا حرم الله عليه الجنة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂക്ഷിപ്പ് മുതൽ ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ട് അവനൊരു പ്രജയെ ആർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നിട്ടൊരു അടിമ ആ പ്രജയുടെ കാര്യത്തിൽ വഞ്ചന കാണിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗത്തെ അവന് പ്രവേശിക്കൂല. അല്ലാഹു സ്വർഗം അവനെ ഹറാമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പം നമ്മുടെ മക്കൾ നമുക്ക് അമാനത്താണ്. നമ്മുടെ ഭാര്യ, നമ്മൾ ഭാര്യയുമായി നടത്തുന്ന സംഭാഷണമൊന്നും പുറത്ത് പറയാൻ പാടില്ല. ഉദാഹരണത്തിന് ഭാര്യയുമായി നമ്മുടെ സ്വകാര്യ ജീവിതം അതൊന്നും പുറത്തുപോയി പബ്ലിക്കായിട്ട് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അത് അമാനത്താണ്. അതുപോലെ തന്നെ തിരിച്ചും ഭാര്യ നമുക്ക് അല്ലാഹു അമാനത്തായി നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാര്യ അവളെ ദീനിയായ രൂപത്തിൽ നടത്തേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആ ചുമതലയിൽ നമ്മൾ വഞ്ചന കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മക്കൾ, അവർ നമുക്ക് അമാനത്താണ്. അവരുടെ ചുമതലകളിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല, വഞ്ചന കാണിക്കാൻ പാടില്ല. തുടങ്ങിയ ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലും നമ്മുടെ ഭാര്യയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ ഇബാദത്തുകളുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരം, സക്കാത്ത് തുടങ്ങിയതെല്ലാം അള്ളാഹുവിനോട് നമ്മൾ പാലിക്കേണ്ട അമാനത്താണ്. അങ്ങനെ സർവ്വ മേഖലകളിലും അമാനത്ത് സൂക്ഷിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ്
നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.